ഈ രണ്ട് സമ്മാനം എന്താണെന്നറിയോ? ഞാൻ സ്നേഹിക്കുന്ന രണ്ടാൾക്കാർക്ക് അയച്ചെന്നതാണ്. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് വിളിക്കും. ഈ അമ്മയ്ക്ക് അച്ഛൻ ആദ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞോണ്ടാ? അനക്ക് ആർക്ക് കൊടുക്കാൻ ആദ്യം ഇഷ്ടം? അങ്ങോട്ട് ഇജ്ജ് കൊടുത്താൽ മതി. അനക്ക് ആർക്ക് കൊടുക്കാൻ ആദ്യം ഇഷ്ടം? ഹലോ, ഞാൻ ചിന്നുട്ടിയാണ്. അപ്പൊ ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. ഇന്ന് പരീക്ഷ ഉള്ളതുകൊണ്ടാണെങ്കിൽ രാവിലെ കേക്ക് മുറിക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ രാത്രിയാണ് മുറിക്കുന്നത്. അച്ഛനോട് കേക്ക് മേടിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് മേടിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും മാത്രമാണ് ആഘോഷിക്കുന്നത്, വേറെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്നെ വിഷയം ഇതാ, എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം കൂടെ, പിറന്നാളായിട്ട് ഡ്രസ്സ് മേടിച്ചതാണ്. എങ്ങനെയുണ്ട് ഡ്രസ്സ്? ഇപ്പത്തെ മോഡലാണ്. മോഡലായി എടുത്തതാണ്. രസമുണ്ടോ? ഈ രണ്ട് സമ്മാനം എന്താണെന്നറിയോ? ഞാൻ സ്നേഹിക്കുന്ന രണ്ടാൾക്കാർക്ക് അയച്ചെന്നതാണ്. അപ്പോൾ അവരോട് ഞാൻ ഒത്തിരി നന്ദി പറയാണ്. അപ്പോൾ ഇതാണ് കേക്ക്. ഇതുണ്ടോ, കുറെ മുട്ടായൊക്കെ വെച്ചിട്ടുണ്ട്, ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ സെറ്റപ്പ് കേക്കൊന്നും അല്ല കേട്ടോ, ചെറിയൊരു കേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല അല്ലേ പൊടിയേ? അല്ലേ, വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു കേക്ക് മുറി മാത്രം. അതെ, ചെറിയൊരു പിറന്നാള്. പിന്നെ ഇന്ന് സ്കൂള് കഴിഞ്ഞും ചെയ്തു. ഇന്നാണ് പൂട്ടുന്നത്. ഇന്ന് സ്കൂള് പൂട്ടി. ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിളായിരുന്നു. എന്നാ കേക്ക് മുറിച്ചോളൂ. ഞാൻ കേക്ക് മുറിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ചിന്നുട്ടി ഇതാ കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം അമ്മയ്ക്ക് കൊടുക്കൂ. ആദ്യം അമ്മയ്ക്ക് കൊടുക്കൂ. ആർക്കും വേണ്ടിട്ട് ആദ്യം കൊടുക്കുക ചെയ്യേ? ഈ അമ്മയ്ക്ക് അച്ഛൻ ആദ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞോണ്ടാ? അനക്ക് ആർക്ക് കൊടുക്കാൻ ആദ്യം ഇഷ്ടം? അങ്ങോട്ട് ഇജ്ജ് കൊടുത്താൽ മതി. അനക്ക് ആർക്ക് കൊടുക്കാൻ ആദ്യം ഇഷ്ടം? ആർക്ക് കൊടുക്കാൻ എനിക്ക് ഇഷ്ടം? അപ്പോ ചിന്നും രണ്ടു പേർ കൂടി തന്നിരിക്കണ. അപ്പൊ ചെറിയൊരു പിറന്നാൾ ആഘോഷം കേട്ടോ. അപ്പൊ എന്തായാലും ചിന്നുട്ടി കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് രണ്ടാക്കും തന്നിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കാം. ഇത് വലിയ ആഘോഷമൊന്നും ഞാൻ ചെറിയൊരു പിറന്നാൾ ആഘോഷമുള്ളൂ കേട്ടോ. സാധാരണ അങ്ങനെയല്ല, ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഞാൻ എല്ലാവരിലേക്കും നല്ല രീതിയിൽ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് എത്തിക്കലുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരോടും കേട്ടോ ചിന്നുട്ടീൻ്റെ പിറന്നാൾ ആശംസകളുമായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സ്നേഹമൊക്കെ ചിന്നുട്ടിയോട് നേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് കേട്ടോ.